ആറന്മുളയിൽ യുവാക്കൾക്ക് ക്രൂരമർദ്ദനമേറ്റതിന്റെ പിന്നാമ്പുറ കഥകൾ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. റാന്നിക്കാരനെ മർദ്ദിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസിലെ റിമാൻഡ് റിപ്പോർട്ടാണ് സത്യം വിളിച്ചു പറയുന്നത്. റാന്നിക്കാരൻ മൊഴി നൽകിയതുപോലെ സംഗതി ഹണിയും കെണിയും ഒന്നുമല്ല. കേസിലെ ഒന്നാം പ്രതി ജയേഷിന്റെ ഭാര്യയും രണ്ടാം പ്രതിയുമായ രശ്മിയും റാന്നിക്കാരനുമായുള്ള അവിഹിത ബന്ധമാണ് മർദ്ദനത്തിൽ കലാശിച്ചിരിക്കുന്നത്. രശ്മിയുടെ വഴിവിട്ട പോക്ക് മനസ്സിലാക്കിയ ജയേഷ് റാന്നിക്കാരനെ തന്ത്രത്തിൽ വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. റാന്നിക്കാരനാകട്ടെ ശരിക്കുമുള്ള അവിഹിതം മറച്ചുവെച്ചാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ അറിയാക്കഥകൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതിനെല്ലാം വ്യക്തത വന്നിരിക്കുകയാണ്. അയൽവാസികളായ സ്ത്രീകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് രശ്മി എപ്പോഴും ഫോണിൽ വിളിക്കുന്നത് കാണാമായിരുന്നു എന്നത് തന്നെയാണ്. ഏതു സമയത്തും രശ്മിയുടെ ഫോൺ ചെവിയിലുണ്ട്. പുരുഷ സുഹൃത്തുക്കളുമായി രശ്മിക്കുള്ള വഴിവിട്ട അടുപ്പം മനസ്സിലാക്കിയ ജയേഷ് ഇവരെ വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്ന് വേണം കരുതാൻ. റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ജയേഷ് തിരുവോണ ദിവസം റാന്നിക്കാരനെ വിളിച്ചു വരുത്തുകയായിരുന്നു. എത്തിയതിന് പിന്നാലെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ചു, ഷാൾ ഉപയോഗിച്ച് കൈകാലുകൾ ബന്ധിച്ചു, പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് വീടിന്റെ ഉത്തരത്തിൽ തലകീഴായി കെട്ടിത്തൂക്കി നിർത്തുകയായിരുന്നു. തുടർന്ന് ഇരുമ്പ് വടികൊണ്ട് ശരീരം ആസകലം മർദ്ദിച്ചു, സൈക്കിൾ ചെയിൻ ചുരുട്ടി നെഞ്ചിൽ ആഞ്ഞിടിച്ചു, ലിംഗത്തിൽ സ്റ്റാപ്ലെയർ പിന്നടിച്ചു, പൈപ്പ് റേഞ്ച് കൊണ്ട് നഖം പിഴിയാൻ ശ്രമിക്കുകയും ചെയ്തു, വിരൽ അടിച്ചോടിച്ചു. ഇതെല്ലാം രശ്മി വീഡിയോയിൽ പകർത്തുകയായിരുന്നു.